എങ്ങാനും ഫെയിലായി പോയാൽ നീ വയലെന്ന നരകത്തിലാണെന്ന് ഏതെങ്കിലും കിതാബിലുണ്ടോ? പക്ഷേ ഇന്ന് SSLC +2 ഡിഗ്രി ഇതെല്ലാം വേണം. ഇതിനൊന്നും ഞാൻ എതിർക്കുകയോ ഇതിനൊന്നും വിമർശിക്കുകയോ അല്ല, ഇതെല്ലാം വേണം. പക്ഷേ മതപരമായ വിദ്യാഭ്യാസം അതും കൂടെ നമ്മൾ മക്കൾക്ക് കൊടുക്കണം. ഞാൻ എന്റെ രക്ഷിതാക്കളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, എത്ര മക്കളുണ്ട് നിങ്ങൾക്കെന്ന് ചോദിക്കുമ്പോ ചില ആളുകൾ പറയും എനിക്ക് 5 മക്കളുണ്ട്, 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ്, അല്ലെങ്കിൽ എനിക്ക് 4 ആൺകുട്ടികളാണ്, അല്ലെങ്കിൽ മക്കളുടെ എണ്ണം ഇങ്ങനെ പറയാറുണ്ട്. മക്കളില്ലാത്ത ആളുകളുമുണ്ട്. അല്ലാഹു ആ ആളുകൾക്കൊക്കെ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. 5 മക്കളുള്ള ആളുകൾ, ആ രക്ഷിതാക്കളുണ്ടല്ലോ, 4 മക്കളുള്ള ആൺകുട്ടികളുള്ള ആളുകളുണ്ടല്ലോ, അവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഓ ഉപ്പാ, നിങ്ങൾക്ക് അല്ലാഹു തന്ന 4 മക്കളുണ്ടല്ലോ, അല്ലെങ്കിൽ 5 or 6 മക്കളുണ്ടല്ലോ, ആ മക്കളുടെ കൂട്ടത്തിൽ വെച്ച് ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലോ ഞാൻ മരിച്ച എല്ലാ ഖബറിന്റെ ചാരത്ത് വന്ന് യാസീൻ ഓതിയിട്ടോ ഇഖ്ലാസോടുകൂടെ ദുആ ചെയ്യാൻ പറ്റിയ രൂപത്തിലോ മതപരമായ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി നീ പറഞ്ഞേച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കുട്ടിയെ നീ മുതല്ലിമാക്കിയിട്ടുണ്ടോ? നീ ആലിമാൻ പറഞ്ഞേച്ചിട്ടുണ്ടോ? എന്റെ സഹോദരന്മാരെ, നന്നായി ചിന്തിക്കണം കേട്ടോ. ഒരു മകൻ ഡോക്ടറാ ഉസ്താദ്, മറ്റൊരു മകൻ പൈലറ്റാ ഉസ്താദ്, മറ്റൊരു മകൻ എഞ്ചിനീയറാ ഉസ്താദ്, ഒരു മകൻ ഉസ്താദാണ് എന്ന് പറയാൻ, ഒരു മകൻ മുതല്ലിമാണെന്ന് പറയാൻ ഈ ഇരിക്കുന്ന ആളുകളിൽ എത്ര രക്ഷിതാക്കൾക്ക് കഴിയുമെന്ന് ആലോചിക്കണം കേട്ടോ. നീ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഡോക്ടറായ മകനുണ്ടല്ലോ, അവൻ ലോകമറിയപ്പെട്ട ഹൈ ക്വാളിഫൈഡ് ഡോക്ടറാണ്. ഒരു പക്ഷേ അവന് എത്തിപ്പെടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാലോ നിന്റെ മകൻ എഞ്ചിനീയർ ആണല്ലോ, ആ എഞ്ചിനീയർക്ക് സൈറ്റ് നോക്കാൻ പോവാനുണ്ടോ, പ്ലാൻ റെഡിയാക്കാനുണ്ടോ, പല സ്ഥലത്തും വർക്കുകൾ നടക്കുന്നുണ്ടോ, അതിൽ നടക്കും. ഉമ്മാന്റെ ആണ്ടിന്റെ ദിവസം വരാൻ കഴിയുമോ? ഇല്ല ഇല്ല. ഒരുപക്ഷെ ആ ഡോക്ടറായ മകൻ വിളിച്ചു പറയുന്നു, ഉമ്മാന്റെ ആണ്ട് അല്ലെങ്കിൽ ഉപ്പാന്റെ ആണ്ട് നിങ്ങൾ നന്നായി കഴിച്ചോളൂ, എനിക്ക് വരാൻ കഴിയൂല, സാമ്പത്തികമായി ഞാനും അതിനെ സഹായിക്കാം. പക്ഷേ ഒരു മുതല്ലിമ നിനക്ക് മകനായിട്ടുണ്ടെങ്കിലോ, നിന്റെ മക്കളിൽ ഒരു ആലിമുണ്ടെങ്കിലോ, ഒരു ആലിമിനെ നീ പോറ്റി വളർത്തിയിട്ടുണ്ടെങ്കിലോ, നീ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ആണ്ടിന്റെ ദിവസം വരുമ്പോ ആ മകനതാ ഉമ്മാന്റെ ഖബറിന്റെ ചാരത്ത് വരുന്നു. അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മി, അല്ലാഹുമ്മ ഗഫിർ ലി അബീ. അല്ലാഹുവേ, എന്നെ പോറ്റി വലുതാക്കാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട എന്റെ പിതാവാണല്ലോ ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നത്. എനിക്ക് വേണ്ടി യാതനയും വേദനയും വല്ലാതെ സഹിച്ച എന്റെ മാതാവാണല്ലോ ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നത്. അല്ലാഹുമ്മ ഗഫിർ ലഹുമാ, ഈ രണ്ടുപേർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് നമ്മുടെ ചാരത്ത് വന്ന് ദുആ ചെയ്യാൻ ഓരോ മകനെങ്കിലും റെഡിയാക്കണം കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.